ബെൻഡിഗോ മലയാളി അസോസിയേഷൻ ഈസ്റ്റർ വിഷു സെലിബ്രേഷൻസ് 2024. ഇവിടെ എന്നായി സംഭവിക്കുന്നത്? ഇവിടെ ഈ പുറത്തെ കാറിന്റെ ഡിക്കിക്കുള്ളിൽ എന്താ സംഭവിക്കുന്നതെന്നൊന്ന് ഇൻസ്പെക്ഷന് പോയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ എന്ത് കോപ്രായം ഡാൻസ് നടക്കുന്നത്? സഹൃദയരെ, പരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. ഈ കോപ്രായ ഡാൻസ് അല്ല നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഗസ്റ്റ് നമുക്ക് വേണ്ടി നിങ്ങളെല്ലാവരെയും കാണുവാനായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ ഗസ്റ്റിന് ഇഷ്ടപ്പെട്ട ഈ കോപ്രായ പരിപാടികളൊന്നുമല്ല ഇത്. നമ്മുടെ ചന്തമംഗലത്ത് നിന്നും നമ്മുടെ പ്രിയപ്പെട്ട കരിമംഗലം സുമതി ആണ് നമ്മളിന്നിവിടെ പ്രതീക്ഷിക്കുന്നത്. പ്രിൻസേ, നീ ഭരതമുനിയുടെ നാട്യശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? ഭരതമുനിയുടെ നാട്യശാസ്ത്രം പഠിച്ചിട്ടില്ല. ദിവ്യ ഉണ്ണിയുടെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പ്രിൻസേ, അന്നെ എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. നീ കുമ്മാട്ടി കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? തൃശ്ശൂർ കുമ്മാട്ടി അല്ല. അയ്യോ, അത് ഡയലോഗ് മാറിപ്പോയി, സോറി. പ്രിയമുള്ളവരെ, നമ്മുടെ ചന്തമംഗലം കരിമംഗലം സുമതിയെ നിറഞ്ഞ കൈ അടികളോടുകൂടി ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കമോൺ, കരിമംഗലം സുമതി. എല്ലാവർക്കും സുഖത്തന്നെയല്ലേ? ഞാനുണ്ടല്ലോ, എനിക്കങ്ങോട്ട് ഒത്തിരി ഹാപ്പിയായേ. നിങ്ങളെ എല്ലാം കണ്ടപ്പോണ്ടല്ലോ എനിക്കങ്ങോട്ട് കുളിര് കോരിയിട്ട് വയ്യ. എന്താണ് ഇവിടെ പരിപാടി? എനിക്കുണ്ടല്ലോ ഈ കറുപ്പ് എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് വെളുപ്പ് മാത്രമേ ഇഷ്ടമുള്ളൂ. ഹലോ മിസ്റ്റർ, എന്താണ് കുറെ നേരമായല്ലോ, നിങ്ങൾ എന്താ പരിപാടി? നൃത്തമോ? ഇതാ പറഞ്ഞത്, ഈ കർത്തവന്മാരെല്ലാരും കൂടെ രണ്ട് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ ഭയങ്കര നൃത്തമാണെന്ന് അവന്മാരുടെ വിചാരം. സത്യത്തില്ലേ, നൃത്തം ചെയ്യണമെങ്കിൽ നമ്മൾ മോഹിനിയായിരിക്കണം. നമുക്ക് സൗന്ദര്യം വേണം. എന്നെ പോലെ. പ്രിയമുള്ളവരെ, ബ്യൂട്ടീഷ്യനൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും കുടുംബപരമായിട്ട് എനിക്ക് നല്ല സൗന്ദര്യം ഉള്ളതുകൊണ്ട് നൃത്തമൊക്കെ എനിക്ക് അങ്ങനെ ഒരു സുഖമാണ്. എടാ, നീ നാട്യശാസ്ത്രം പഠിച്ചിട്ടുണ്ടോടാ? അതുമില്ല. നല്ല പൊക്കമുണ്ട്. എന്നിട്ട് നീയാണോടാ വളർന്നു വരുന്ന കലാകാരൻ? ഇവനിനി എങ്ങോട്ട് വളർന്നു വലുതാവാനാ? പ്രിയമുള്ളവരെ, ഞാനധികം നീട്ടുന്നില്ല, അത്രയൊട്ട് കുറയ്ക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നെ ഇവിടെ ക്ഷണിച്ച നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുകയാണ്. ആദ്യമായി നന്ദി പറയാനുള്ളത് വേറെ ആരുമല്ല, 2-3 മാസമായി എൻ്റെ പുറകെ നടന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ പ്രേമേട്ടൻ. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത്, എയർപോർട്ടിൽ വന്നത് മുതൽ എനിക്ക് ഒരു ചതവോ ഉടവോ ഒന്നും വരുത്താതെ ഈ കൈവെള്ളയിൽ എന്നെ സംരക്ഷിച്ച എൻ്റെ രൂപേഷേട്ടൻ. പിന്നീടല്ലോ നന്ദി പറയാൻ ഒത്തിരി പേരുണ്ട്. എന്നെ കണ്ണിലുണ്ണിയായി നോക്കിയ എൻ്റെ DJ ജിബി അണ്ണൻ. പിന്നെ ഇവിടെ പേര് പുറത്തു പറയരുതെന്ന് പറഞ്ഞ എൻ്റെ സൂരജ് ചണ്ടിയട്ടൻ.
പ്രിയമുള്ളവരെ, എനിക്ക് ഇനിയും നന്ദികൾ ഒത്തിരി പറയാനുണ്ട്. എന്നാലും സ്ത്രീകളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന്. പക്ഷെ പുരുഷന്മാരെ, നിങ്ങൾ അറിയുക, ഞാനൊരു മെന്നിസ്റ്റ് കൂടിയാണ്. ഈ വക കച്ചറ ഡാൻസ് ഒന്നുമല്ല, സുമതിയുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡാൻസ് തന്നെയാ. അപ്പോൾ ചന്തക്കവലയിലെ ഒരേ ഒരു സെലിബ്രിറ്റിയായ ഈ കരിമണ്ഡലം സുമതിയുടെ നൃത്താദ്യങ്ങൾ തുടങ്ങുകയായി. ജിബിച്ചായ, ആ പാട്ടിടണേ, നമ്മുടെ ആ മറ്റപ്പെട്ട ജിബിയേട്ടാ ഡാൻസ്. പ്രിയമുള്ളവരെ, ജാതി മത വർണ്ണ വർഗ വിവേചന വിചാരങ്ങളിൽ നിന്നും മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്ന കലയിൽ അധിക്ഷേപത്തിൻ്റെ ഈർച്ചവാൾ കടന്നു വരുന്നത് തീർച്ചയായും തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഞങ്ങളുടെ ഈ ചെറിയ ഉദ്യമത്തിൽ ഞങ്ങൾ പരിപൂർണമായും ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി, നമസ്കാരം. മെൽവിൻ, അന്ന, പ്രിൻസ് ആൻഡ് ജോസൻ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.